എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ കുറച്ച് പുല്ലൊക്കെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ വ്ലോഗ്. അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതേപോലെ തന്നെ ഏട്ടൻ രാവിലെ ചായ കുടിച്ച് പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറകെ ഞാനും ചായ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെ എല്ലാ പണികളും പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർത്തു കേട്ടോ. കാരണം നമുക്ക് പുല്ല് പറിക്കാൻ പോകണമല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വെയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ. അപ്പോൾ വേഗം തന്നെ പണികളൊക്കെ തീർത്ത് ഞാൻ പുല്ല് പറിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയതാണേ. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു വെയിൽ. ഇത് കണ്ടോ, ഇതാണ് മുറ്റത്തിൻ്റെ അവസ്ഥ. ഞാൻ കുറച്ച് ദിവസം മുൻപ് പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞതേ ഉള്ളേ. ഇപ്പോൾ മഴയൊക്കെ നമ്മളിങ്ങനെ അടുപ്പിച്ച് മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴേ പെട്ടെന്ന് അങ്ങോട്ട് കാട് കയറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഫ്രണ്ട് ഭാഗം എന്താ ഇങ്ങനെ ഒരു കോലൊക്കെ വാതിൽ കുത്തിയിട്ടെന്നൊന്ന് വിചാരിക്കരുത് കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീടിന് വാതിൽ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ താൽക്കാലികമായിട്ടൊരു വാതിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇതിലെ അങ്ങോട്ട് ഇറങ്ങാറുമില്ല കേട്ടോ. ഞങ്ങളിതിങ്ങനെ എന്താ പറയുക അടച്ചിങ്ങനെ വെച്ചിരിക്കും, തുറക്കാറേ ഇല്ല. ഞങ്ങൾക്ക് അകത്തേക്ക് വരണമെങ്കിലൊക്കെ അടുക്കള ഭാഗത്തുള്ള വാതിൽ വഴിയാണ് കയറുന്നതും. പിന്നെ മുറ്റം ഞങ്ങൾ ശരിയാക്കിയിട്ടില്ല. മുറ്റത്ത് കണ്ടോ കുറച്ച് കല്ലുകളൊക്കെ കൂടി കിടക്കുന്നുണ്ടല്ലേ. മുറ്റം ശരിയാക്കിയിട്ടുമില്ല. അപ്പോൾ മുറ്റം ശരിയാക്കിയിട്ട് മുറ്റത്ത് ഷീറ്റ് വലിച്ച് കെട്ടിയിട്ട് വേണം വാതിലൊന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മഴയൊക്കെ അല്ലേ വരുന്നത്. അപ്പം മഴയൊക്കെ അടിച്ചിട്ട് വാതിൽ നാശമായാലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മുറ്റം നമുക്ക് കുറേ ശരിയാക്കാനുണ്ട്, കുറച്ച് മണ്ണൊക്കെ മുൻപിൽ എടുക്കാനുണ്ട്. അപ്പോൾ മുറ്റമൊക്കെ ശരിയാക്കിയിട്ട് വേണം നമുക്ക് ഈ പൂച്ചെടികളൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതാണ് ഈ വീടിൻ്റെ മുൻഭാഗം ഇങ്ങനെ കേട്ടോ. അങ്ങനെ പുല്ലൊക്കെ ചെത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതേ കൈക്കോട്ടിന് തായില്ലേ, അതൊന്ന് ലൂസായി പോയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ലൂസായിരുന്നു. അപ്പോൾ ഏട്ടനൊരു കമ്പൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് ലൂസായി. അപ്പോൾ ഞാൻ ഏട്ടൻ ചെയ്യുന്നത് പോലെ വേറൊരു കൊമ്പ് എടുത്തിട്ട് ഞാനും അങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഒന്ന് ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ബാക്കി പണിയെടുത്തോട്ടെ. ഇനി അത് കൈക്കോട്ട് ഇനി നാശമായിരുന്നു കൊണ്ട് നമുക്കിനി ചെയ്ത പണിയിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. എന്തായാലും നമ്മൾ ഇറങ്ങിയില്ല. അപ്പോൾ അത് തീർത്തിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ബാക്കി എല്ലാ പണികളും അങ്ങോട്ട് ചെയ്തു കേട്ടോ. എത്ര പെട്ടെന്ന് ഈ പുല്ലുകളൊക്കെ മുളച്ച് വലുതാവുന്നതല്ലേ. ഈ മഴയൊക്കെ ആയതുകൊണ്ടേ ചൂടാണെങ്കിൽ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് തണുപ്പുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ വരും കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ വൃത്തിയാക്കി തിരിച്ച് വീട്ടിലേക്ക് കയറി കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നേ, നല്ല ചൂടും വിയർത്തൊഴുകുമായിരുന്നു. എന്നാലും സാരമില്ല, വൃത്തിയാക്കണമല്ലോ എന്ന് കരുതിയിട്ട് അതൊക്കെ വൃത്തിയാക്കി അകത്ത് കയറി. കയ്യിലൊക്കെ നല്ല മുള്ളെല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ, തൊട്ടാവാടീൻ്റെ ഒക്കെ. അതൊക്കെ ഒന്ന് എടുത്ത് കളയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.